നമ്മുടെയൊക്കെ ഉമ്മമാരിൽ നിന്നാണ് അല്ലെങ്കിൽ അമ്മമാരിൽ നിന്നാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ ക്വാളിറ്റി നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം എന്നെ കണ്ട പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ഇത്രയധികം ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഇത്ര ആൾക്കാരെ എങ്ങനെ കണക്റ്റ് ആവുന്നു, ഒരുപാട് ആളുകളുമായിട്ട് നല്ല കണക്ഷൻ ആണല്ലോ. ഞാൻ സ്റ്റോറി ഇടുമ്പോഴും സ്റ്റാറ്റസ് ഇടുമ്പോഴും ഒക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നാച്ചുറലി അങ്ങനെ ആയിപ്പോയ ഒരാളാണ്. കാരണം എനിക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടിയിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്നാണ്. കാരണം എൻ്റെ ഉമ്മ ഇതേപോലെയാണ്, നാട്ടിലെ എല്ലാവരുടെ അടുത്തും എല്ലാ വീട്ടിലും പോവും, എല്ലാവരും അറിയാം, കുടുംബത്തിലെ എല്ലാ കുടുംബത്തിലും പോവും. സോ ആ ഒരു നെറ്റ്വർക്കിംഗ് ക്വാളിറ്റിയാണ് എനിക്ക് എൻ്റെ ഉമ്മാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. എൻ്റെ ഉമ്മ എപ്പോഴും എന്നോട് പറയുന്ന കാര്യമാണ്, നമ്മൾ നമ്മളെ ഭാഗത്തുനിന്ന് മാത്രമല്ല ചിന്തിക്കേണ്ടത്, ബാക്കി എല്ലാവരുടെ ഭാഗത്തുനിന്നും ചിന്തിക്കണം എന്നുള്ളൊരു കാര്യം ഉമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ, ബാക്കിയുള്ളവരുടെ ഭാഗത്തു നിന്ന്, ബാക്കി ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന്, ബ്രാൻഡിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന്, ബാക്കി ഓരോ സൈഡിൽ നിന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ എഴുതുന്നത്. അപ്പോൾ അത് എനിക്ക് ബേസിക്കലി കിട്ടിയത് എൻ്റെ ഉമ്മയുടെ തന്നെയാണ്. ഉമ്മ നന്നായിട്ട് എഴുതും, അതുപോലെ എല്ലാ കാര്യങ്ങളിലും എഴുത്താണെങ്കിലും ഇപ്പോൾ കഥ പറയാനാണെങ്കിലും അങ്ങനെ ഉമ്മ ചെറുപ്പത്തിലൊക്കെ പറയുന്ന ഉമ്മയുടെ ഒരു സ്റ്റോറി ടെല്ലിങ്, വേ ഓഫ് സ്റ്റോറി ടെല്ലിങ് ഉണ്ട്. അതൊക്കെ എന്നെ ശരിക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടറായിരുന്നു. ഇപ്പം ഞാൻ എന്നെ ഒരു റൈറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ എന്നെ ശരിക്കും എൻ്റെ ഫസ്റ്റ് ലെസൺസ് എനിക്ക് കിട്ടിയത് ഉമ്മയുടെ അടുത്ത് തന്നെയാണ്. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഞാൻ ഒരു കാര്യം എൻ്റെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വർഷമാണെങ്കിലും അമ്മ വളരെ ക്ഷമയോടുകൂടി എനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഞാനൊരു ഡിസൈനറാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ഷമയോടുകൂടി ചെയ്യേണ്ട ജോലി കൂടിയാണ് ഡിസൈനിങ് എന്ന് പറയുന്നത്. ക്ഷമയോടുകൂടി ഫേസ് ചെയ്യാനുള്ള ഈ ക്വാളിറ്റി എനിക്ക് ലഭിച്ചത് എൻ്റെ അമ്മയിൽ നിന്ന് തന്നെയാണ്. അപ്പം എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഉമ്മ തന്നെയാണ്. ചെറിയ ചെറിയ എന്ത് ഇഷ്യൂസ് ഇപ്പം ഉണ്ടായാൽ പോലും നമുക്ക് ഏറ്റവും ഫസ്റ്റായിട്ട് ഉമ്മൻ്റെ അടുത്തായിരിക്കും പറയുന്നത്, ഉമ്മയായിരിക്കും അതിനൊരു ഫസ്റ്റ് സൊല്യൂഷനും കണ്ടെത്തുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ഓർഗനൈസേഷൻ അപ്പുറത്തേക്ക് നമ്മുടെ മക്കളെല്ലാവരും ഒന്ന് ഒരുമിച്ച് കൊണ്ട് നടന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നിട്ടുള്ള ഒരു, എൻ്റെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഉമ്മ. ഇപ്പോൾ എൻ്റെ ഒരു പ്രൊഫഷനിലോട്ട് വരികയാണെങ്കിലും ആസ് എ പ്രൊജക്ട് മാനേജർ എന്നുള്ള രീതിയിലും ഞാൻ ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ എനിക്ക് ഒരുപാട് ടീം അവരുടെ ലീഡ് ചെയ്യുന്ന ഞാനായതുകൊണ്ട് തന്നെ ഉമ്മ അന്ന് എടുത്തിട്ടുള്ള ഓരോ സൊല്യൂഷൻസ് എങ്ങനെ അതിനെ സോർട്ട് ചെയ്ത് എന്നുള്ളത് ഭയങ്കര എൻ്റെ ലൈഫിലും കൂടെ ഒരു ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ എനിക്കും കൂടെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് കുറേ കഷ്ടപ്പാടുകൾ, കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, കുറേ ജോലി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ യാത്ര പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും പ്രചോദനം നൽകിയിട്ടുള്ളത് എൻ്റെ ഉമ്മയാണ്. പിന്നെയുള്ളത്, ഞാൻ സ്വന്തമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്താണ് ഞാനിങ്ങനെ യാത്ര മാത്രം പോരാ, എനിക്ക് എന്തെങ്കിലും ബേസിക്കായിട്ട് എന്തെങ്കിലും എൻ്റേതായിട്ടുള്ളൊരു കരിയർ ബിൽഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് എൻ്റെ ഉമ്മയെ കൊണ്ട് ഞാൻ ഡിസ്കസും കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു. ഉമ്മ തന്നെ പറഞ്ഞു, നീ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യം അത്യാവശ്യം നല്ലൊരു കാര്യമാണ്, അപ്പോൾ നീ ഇതിനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്ത് ഏതായാലും നിൻ്റെ കരിയർ ഒന്ന് ബിൽഡ് ചെയ്യണമെന്ന് ഉമ്മ എനിക്ക് ഏറ്റവും സപ്പോർട്ടും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും എൻ്റെ എല്ലാ ഈ ഒരു ഹാർഡ് വർക്കായാലും എനിക്ക് എന്തൊരു കാര്യത്തിനും എനിക്ക് ബാക്കിൽ നിന്ന് സപ്പോർട്ടായിട്ട് തന്നെ എൻ്റെ ഉമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്.